welcome back to our English class. Okay, see മക്കളെ നോക്കൂ, നമ്മൾ The Little Ancient Dad Code എന്ന് പറയുന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ഒരുവിധം നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ലേ. പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ The Little Ancient Dad Code എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ വി ബിഗിൻ വിത്ത് അവർ ഫസ്റ്റ് ചോദ്യം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് എന്ത് ചെയ്യാണ്, അങ്ങ് തുടങ്ങാൻ പോവാണ് അല്ലേ. അപ്പം നമ്മൾ ഈ പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് എളുപ്പമായിരിക്കും ഉത്തരം എന്ത് ചെയ്യാനാ, എഴുതാനും. എന്നാലും മിസ് ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇവിടെ നോക്കും നിങ്ങൾ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്ത് ചെയ്തത്, ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലിറ്റിൽ ട്രെയിനിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താ സംഭവിച്ചത്, ലിറ്റിൽ ട്രെയിന് ഒരു സമയത്ത് ഇപ്പം എന്ത് ചെയ്തത്, അതങ്ങ് സ്റ്റക്കായി പോയില്ലേ, അതിലങ്ങ് ഓടാൻ പറ്റുന്നില്ല. അതാണ് ലിറ്റിൽ ട്രെയിന് സംഭവിച്ചത്. ഇവിടെ നോക്കും, നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാം. The little train came to a stop and could not move at all. നമ്മൾ ലിറ്റിൽ ട്രെയിൻ ഒരു സ്പോട്ടിലെത്തിയ സമയത്ത് ഇതിങ്ങനെ ഇറ്റ് വാസ് കമ്മിങ് എന്താണ്, സ്മൂത്ത് ആയിട്ട് വരായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു, അത് സ്റ്റക്കായി പോയി. അതിനുശേഷം അവിടുന്ന് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ട്രെയിനിന്. സോ അതെന്തായി, അവിടെ സ്റ്റോപ്പായി പോയി, സ്റ്റക്കായി പോയി നമ്മുടെ ലിറ്റിൽ ട്രെയിൻ. എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന്, രണ്ടാമത്തെ ചോദ്യം എന്താ, why does, എന്തുകൊണ്ടാണ് the little train carry things to the other side of the mountain. എന്തുകൊണ്ടാണ് നമ്മുടെ ലിറ്റിൽ ട്രെയിനിൽ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലോഡ് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ്. എന്തിനാണ് നമ്മൾ ലിറ്റിൽ ട്രെയിൻ ഇത്രയും സാധനങ്ങൾക്ക് വലിച്ചു വാരി കൊണ്ടുപോകുന്നത്, നമുക്കറിയാം. എങ്ങനെ നമ്മൾ ഉത്തരം എഴുതേണ്ടത് നോക്ക്. ദ ലിറ്റിൽ ട്രെയിൻ, നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് നിന്ന് തന്നെ തുടങ്ങണം അല്ലേ. എന്താ ചെയ്യുന്നത്, അതാണ് അടുത്ത് എഴുതേണ്ടത്. ഇറ്റ് ക്യാരീസ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. എന്താ ക്യാരി ചെയ്യുന്നത്, തിങ്സ്, സാധനങ്ങളുണ്ട് അല്ലേ. ടോയ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ടു അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, എന്തിലേക്കാണ്, മൗണ്ടെയിൻ്റെ മറ്റ് സൈഡിലേക്ക്. ടു മേക്ക് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാപ്പി വിത്ത് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. എന്തിനാണ്, ഒരു മൗണ്ടെയിൻ്റെ മറ്റ് സൈഡിലേക്ക്. ഓക്കെ, മൗണ്ടെയിൻ്റെ മറ്റ് സൈഡിലേക്ക് അവിടെ ആരുണ്ട്, അവിടെ ഒത്തിരി നമ്മളെപ്പോലെ അല്ല, ഓക്കെ മിസ്സിനെ പോലെ നിങ്ങളെപ്പോലെ കൊച്ചു പിള്ളേരുണ്ട്. ആ പിള്ളേർക്കുള്ള ഏറ്റവും നല്ല എന്താ പറയുക, ഭക്ഷണവും അതേപോലെ അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലിറ്റിൽ ട്രെയിൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെ എഴുതണം. Okay, now the next one, നോക്കാം. Will the shiny new engine help the little train? നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിന് നമ്മുടെ ലിറ്റിൽ ട്രെയിന് സഹായിക്കോ എന്നാണ് ചോദ്യം. നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും നോക്കിയിടാം. നോ, സഹായിച്ചിട്ടില്ല, നമുക്കറിയാം അല്ലേ. The shiny new engine will not help the little train. അത് എന്ത് ചെയ്യൂല, നമ്മുടെ കുഞ്ഞു ട്രെയിൻ എന്താണ്, നമ്മളെ സഹായിക്കാൻ എന്തായാലും എന്തല്ല, നമ്മുടെ ന്യൂ ഷൈനി എഞ്ചിൻ എന്തല്ല, റെഡിയല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നോക്കുക നിങ്ങൾ. ദ ഷൈനി ന്യൂ എഞ്ചിൻ, ഏതാ ഷൈനി ന്യൂ എഞ്ചിൻ, നമുക്ക് ഓർമ്മയുണ്ടല്ലേ, ഭയങ്കര എന്താണ്, ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അഹങ്കരിച്ച് പോയതാണിത്, ഷൈനി ന്യൂ എഞ്ചിൻ. ദ ഷൈനി ന്യൂ എഞ്ചിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. ആദ്യം ഭയങ്കര എന്താണ്, സോപ്പിട്ട് കാണുന്നത് സംസാരിച്ചത് അല്ലേ, ഭയങ്കര ബട്ടറിങ് ആയിട്ടാണ് സംസാരിച്ചത്. ബട്ട് he did not help the little train. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചിട്ടില്ല. വൈ, എന്തുകൊണ്ടാ നോക്കവിടെ. The shiny new engine, നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ did not help the little train, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചിട്ടില്ല. ബിക്കോസ്, എന്തുകൊണ്ടാണ്, ഹി ഓൺലി ക്യാരീസ് പീപ്പിൾ, അവൻ എന്ത് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ, നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിനിൽ എന്തു മാത്രമേ ക്യാരി ചെയ്യുള്ളൂ, അവൻ എന്ത് മാത്രമേ കൊണ്ടുപോകുള്ളൂ, ആളുകളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ക്യാരീസ് ഓൺലി പീപ്പിൾ ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു പുൾ എ ട്രെയിൻ ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഫുഡ്. അതേപോലെ തന്നെ നമ്മുടെ ഷൈനി ന്യൂ ട്രെയിൻ ഒരു ചിന്ത, ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകുന്ന ട്രെയിനിലെ ഞാൻ എന്തിനാ വെറുതെ ഭക്ഷണം ടോയ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രെയിനെ കഷ്ടപ്പെട്ട് വലിച്ച് ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നത്, ഒരു ആവശ്യമില്ല എന്നൊരു തോന്നൽ ആർക്ക്, ഷൈനി ന്യൂ എഞ്ചിന്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഷൈനി ന്യൂ എഞ്ചിൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകില്ല. അത് തന്നെ, കൺസിഡറിങ് ഇറ്റ് ബിനീത്ത് ഹിസ് ഡ്യൂട്ടീസ്, അവൻ്റെ ഡ്യൂട്ടി അല്ല എന്ന് അവന് തോന്നി. ആളുകളെ കൊണ്ടുപോകുന്ന ട്രെയിനാണ് ഞാൻ ആളുകളെ കൊണ്ടുപോയാൽ മതി, ഞാൻ എന്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ടോയ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഷൈനി ന്യൂ എഞ്ചിൻ എന്ത് ചെയ്തു, ഇവിടെ തോന്നി.
അത്ര എഴുതിയാൽ മതി. നമ്മൾ ആ റീസൺ നമ്മൾ എന്ത് ചെയ്തു, വ്യക്തമാക്കി നമ്മളിവിടെ എഴുതി. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. Now, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The big strong engine puffed away without a word. What was the reason? എന്താ പറയുന്നത്? നമ്മുടെ ബിഗ് സ്ട്രോങ് എഞ്ചിൻ എന്ത് ചെയ്തു? ഇറ്റ് puffed away without a word. ഒരു വാക്ക് പോലും പറയാതെ എന്ത് ചെയ്ത് അങ്ങ് ഓടിക്കളഞ്ഞു അല്ലേ? The big strong engine puffed away with a word because he did not want to pull a train of toys and food. നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെ. ഫുൾ എന്താണ്, ടോയ്സും ഭക്ഷണം കൊണ്ടുപോകുന്ന ട്രെയിൻ എന്ത് ചെയ്യണ്ട, വലിച്ചു കൊണ്ടുപോകണ്ട. He said he only pulls cars and heavy loads and big trucks and did not have time to help. ഇവൻ എന്ത് മാത്രമേ കൊണ്ടുപോകുള്ളൂ? ഞാൻ ഇതേപോലെ ചെറിയ സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, എൻ്റെ ട്രെയിനിൽ വലിച്ചു വാരി കൊണ്ടുപോകില്ല. ഞാൻ കാർ കൊണ്ടുപോകും, വലിയ ട്രക്സ് കൊണ്ടുപോകും, വലിയ വലിയ വസ്തുക്കളെ കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ എന്തില്ല, എനിക്ക് നിങ്ങളെപ്പോലെ ചെറിയ കുഞ്ഞു സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നെക്സ്റ്റ് നോക്കുക. Will the little blue engine help the little train? നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ കുഞ്ഞു ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്യൂ, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിക്കൂ. നമുക്കറിയാം ആരെ സഹായിച്ചത്, നമ്മുടെ ട്രെയിനെ സഹായിച്ചത് ആരാണ്? ലിറ്റിൽ ബ്ലൂ എൻജിനാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യെസ്, എന്ത് ചെയ്യും, നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യടാം? Yes, the little blue engine will help the little train. നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രെയിൻ എന്ത് ചെയ്യും, നമ്മുടെ കുഞ്ഞു ട്രെയിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, സഹായിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, സമർത്ഥിച്ച് വ്യക്തമായിട്ട് ഉത്തരം എഴുതണം. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ എഴുതണം. ഓക്കെ, അടുത്ത് നോക്ക്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? എന്ത് സംഭവിക്കുമായിരുന്നു നോക്കുക? ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ did not help the little train. നമ്മുടെ ബ്ലൂ എഞ്ചിന് നമ്മുടെ കുഞ്ഞു ട്രെയിനെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ the boys and girls on the other side of the mountain would not have any toys or good food. നമ്മുടെ മൗണ്ടെയിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്, മലയ്ക്ക് അപ്പുറത്ത് താമസിക്കുന്ന നിങ്ങളിപ്പോഴുള്ള കൊച്ചു 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 കുട്ടികളുണ്ടല്ലേ, അവർക്ക് എന്ത് കിട്ടൂല? അവർക്ക് അവരെ ടോയ്സ് കിട്ടൂലായിരുന്നു, അവർക്ക് അവരെ ഫുഡ് കിട്ടൂലായിരുന്നു, ഇതൊന്നും അവർക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, അവർക്ക് കിട്ടൂലായിരുന്നു അല്ലേ മക്കളെ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്താണ് ഇവിടെ സഹായിച്ചതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവർക്ക് അവരെ ഫുഡ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. അപ്പം നമ്മൾ ഫസ്റ്റിലെ 7 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്തുണ്ട്, ഇച്ചിരി ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, മിസ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ ഈ 7 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ശരിക്കും പഠിക്കണം. പരീക്ഷയ്ക്ക് നമുക്ക് പാസേജ് ഒക്കെ തന്നാൽ എന്ത് വേണം, ഉത്തരം വ്യക്തമായിട്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾ ആദ്യത്തെ 7 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, I'll be doing in our next video. So wait for the next video. See you all. Take care.